Good morning friends. Garam Masalയുടെ പുതിയൊരു പാർട്ടി സ്പെഷ്യൽ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഡിന്നർ പാർട്ടി സ്പെഷ്യൽ പുഡിങ്ങുമായിട്ടാണ്. എഗ്ലെസ് എഗ് പുഡിംഗ് ആണിത്. മുട്ടയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയ ഒരു മിൽക്ക് പുഡിംഗ് ആണിത്. വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ പുഡിംഗ്. ഗസ്റ്റിനെല്ലാം നല്ല സർപ്രൈസ് ആയിരിക്കും ഇത്. ഇതിനുവേണ്ടി ആദ്യം കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഗസ്റ്റിനെല്ലാം സർപ്രൈസ് ആയിരിക്കും ഇത്. വളരെ ഈസിയായി മുട്ട ചേർക്കാത്ത ഈ മുട്ട പുഡിംഗ് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ കുറച്ച് മുട്ടയുടെ ഷെല്ല് എടുത്തിട്ടുണ്ട്. ഇത് ഓരോ ഡിഷസിന് വേണ്ടി എടുത്ത മുട്ടയുടെ ഷെല്ലാണ്. ഇതിന്റെ മുകൾ ഭാഗം മുറിച്ചതിന് ശേഷമാണ് ഞാൻ മുട്ടയുടെ അകത്ത് നിന്ന് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായി കഴുകി ഉണക്കി വെച്ചതാണ് ഈ ഷെല്ലുകൾ. ഇങ്ങനെ ഉണക്കി വെച്ചിട്ടുള്ള 8 ഷെല്ലാണ് ഞാൻ ഈ എഗ് പുഡിംഗ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചൈന ഗ്രാസ് എടുക്കാം. ഞാനിവിടെ 7 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ഞാൻ 1 മണിക്കൂർ സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഇതിനെ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. 1 മണിക്കൂറിന് ശേഷം പുഡിംഗ് തയ്യാറാക്കി എടുക്കാം. 1/2 ലിറ്റർ പാലാണ് ഞാൻ പുഡിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ളത്. പാലിന് ഞാൻ തിളക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പാല് തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 1/4 കപ്പ് പഞ്ചസാരയും ചേർത്താലും മതി. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ചേർക്കുന്നുള്ളൂ. നന്നായി നമുക്ക് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. പാലൊന്ന് തിളച്ചു വരട്ടെ. പാൽ തിളച്ചു വരുന്നതിന്റെ കൂടെ തന്നെ ഞാൻ ചൈന ഗ്രാസിനെ മെൽറ്റ് ചെയ്യാൻ കൂടെ വെച്ചിട്ടുണ്ട്. ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ഞാൻ ഇതിനെ ചെയ്യുന്നത്. ചൈന ഗ്രാസും ഒരുവിധം മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. തിളച്ചു വന്ന പാലിലോട്ട് ചൂടോടുകൂടെ തന്നെ ഈ ചൈന ഗ്രാസിനെ നമുക്ക് ഒഴിക്കാം. ഇനി നമുക്കിതിനെ തിളപ്പിച്ചെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കാൻ നമുക്കിതിനെ വീണ്ടും തിളപ്പിച്ചെടുക്കാം. ഈ പാലും ചൈന ഗ്രാസും എല്ലാം നന്നായി മിക്സ് ആയി വരട്ടെ. ഏകദേശം 3-4 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതിയാവും. നമ്മുടെ പാലും ചൈന ഗ്രാസും എല്ലാം നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട്. ഈ പാലിലോട്ട് ചൈന ഗ്രാസ് ചേർക്കുമ്പോൾ പാലിന്റെയും ചൈന ഗ്രാസിന്റെയും ടെമ്പറേച്ചർ ഒരേപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ പാല് പിരിയും. നമുക്ക് ഇതിലോട്ട് വാനില എക്സ്ട്രാക്ട് ചേർക്കാം. 1/2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്ട് ആണ് ഞാൻ ചേർത്തിട്ടുള്ളത്. വീണ്ടും നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് 1-2 പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കാവുന്നതാണ്. ഉപ്പ് ചേർത്താൽ മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കും. അതിനുവേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. ഒരുപാട് ഉപ്പൊന്നും ചേർക്കരുത്. 1 പിഞ്ചൊക്കെ ചേർത്താൽ മതി. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചെറുതായി തണുത്ത് വരട്ടെ. അതിനുശേഷം വേണം നമുക്കിതിനെ മുട്ടയുടെ ഷെല്ലിലോട്ട് ഒഴിക്കാൻ സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇതിനെ ഒരു മെഷറിംഗ് കപ്പിലോട്ട് ഒഴിക്കുകയാണ്. ഇനി ഇതിനെ നമുക്ക് മുട്ടയുടെ ഷെല്ലിലോട്ട് ഒഴിക്കാം. ഷെല്ലുകളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് ഈ പുഡിംഗ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഞാൻ 8 ഷെല്ലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 8 പേർക്ക് നമുക്ക് ഈ പുഡിംഗ് സെർവ് ചെയ്യാം. പുഡിംഗ് ഒന്നുകൂടെ നന്നായി സെറ്റ് ആകുന്നതിന് വേണ്ടി ഞാൻ 7 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ വെള്ളത്തിനെ സെറ്റാക്കി എടുക്കാൻ വേണ്ടി 5 ഗ്രാം ചൈന ഗ്രാസ് മതി. ഇതിന് പകരമായി ഈ മിക്സ് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് പുഡിംഗ് ട്രേയിൽ ഒഴിച്ചിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ അതിലും കൂടുതൽ പേർക്ക് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇനി ഇതിനെ ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് സെർവ് ചെയ്യാവൂ. ആ സമയമാകുമ്പോഴേക്കും പുഡിംഗ് നന്നായി സെറ്റായി വരും. എല്ലാ ഷെല്ലിലും പുഡിങ്ങിന്റെ മിക്സ് ഒഴിച്ചിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള പുഡിങ്ങിന്റെ മിക്സ് ആണ്. ഈ പുഡിങ്ങിനെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഉപയോഗിച്ച് നമുക്ക് പുഡിങ്ങിന് ഒരു പ്ലാറ്റ്ഫോം കൂടെ ഉണ്ടാക്കാം. ഇതിനുവേണ്ടി ഞാൻ എഡിബിൾ ഫുഡ് കളർ ഉപയോഗിക്കുന്നുണ്ട്. 2 പിഞ്ചാണ് എടുത്തിട്ടുള്ളത്. യെല്ലോ കളറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിന് പകരമായി നമുക്ക് കുറച്ചുകൂടെ ചൈന ഗ്രാസ് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇതിലോട്ട് ഫ്രൂട്ട് ജ്യൂസ് എന്തെങ്കിലും ചേർത്താൽ മതി. നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിനെ. ഞാൻ ഇതിനെ ഒരു പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു വെക്കുകയാണ്. ഇതിനെ കൂടെ സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് വെക്കാം. നമ്മുടെ മുട്ടയെല്ലാം സെറ്റായി വരുന്ന സമയം കൊണ്ട് തന്നെ ഈ പുഡിങ്ങും സെറ്റായി വരും. എന്റെ ഡിന്നർ പാർട്ടിയിലാണ് ഞാൻ ഈ പുഡിംഗ് സെർവ് ചെയ്യുന്നത്. 3 മണിക്കൂറിന് ശേഷമാണ് ഞാൻ പുഡിംഗ് എടുത്തത്. നമ്മുടെ യെല്ലോ പുഡിംഗ് ആണിത്. പുഡിംഗ് എല്ലാം നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇതിന് മുകളിൽ കുറച്ച് കാരമലൈസ്ഡ് നട്ട്സ് കൂടെ സ്പ്രെഡ് ചെയ്യാണ്. സെർവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പുഡിംഗ് ഹാഫ് സെറ്റായി വരുന്ന സമയത്തോ നട്ട്സ് സ്പ്രെഡ് ചെയ്യാം. നമ്മുടെ മുട്ടകൾ എന്തായെന്ന് നോക്കാം. മുട്ടയെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ മുട്ട പീൽ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഈ പുഡിങ്ങിനെയും നമുക്ക് പീൽ ചെയ്തെടുക്കാൻ കഴിയും. കുറച്ചൊന്ന് ശ്രദ്ധിച്ച് തന്നെ പീൽ ചെയ്തെടുക്കാം. മുട്ടയുടെ അതേ ഷേപ്പ് തന്നെയാണ് ഇതിനുള്ളത്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള യെല്ലോ പുഡിങ്ങിന്റെ മുകളിലോട്ടായി ഇത് വെക്കാം. ഇനി അടുത്ത പുഡിംഗ് നമുക്ക് പീൽ ചെയ്യാം. മുട്ടയുടെ അടിയിലുണ്ടാകുന്ന ഷേപ്പ് എല്ലാം ഈ മുട്ടയിലും വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പുഡിങ്ങും നമുക്ക് പീൽ ചെയ്ത് വെക്കാം.
നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ എഗ്ലെസ് എഗ് പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഈ പുഡിംഗ് ട്രേയെ ഇങ്ങനെ തന്നെ കുറച്ച് പുഡിംഗ് ബൗളുമായി സെർവിംഗ് ടേബിളിലോട്ട് വെക്കാം. അല്ലെങ്കിൽ നമുക്കിതിനെ ഓരോ പുഡിംഗ് ബൗളിലോട്ട് മാറ്റിയതിനു ശേഷവും സെർവ് ചെയ്യാം. പുഡിംഗ് ബൗളിലോട്ട് മാറ്റുകയാണെങ്കിൽ ആദ്യം യെല്ലോ പുഡിങ്ങിനെ ഒരു മാറ്റ് പോലെ വെക്കാം. അതിന്റെ മുകളിലായി ഒരു മുട്ട വെച്ച് നമുക്കിതിനെ സെർവ് ചെയ്യാം. വളരെ ഈസിയായി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എന്നാൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങുമാണിത്. ഞാൻ ഇതിനു മുൻപും മിൽക്ക് പുഡിങ്ങിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു മിൽക്ക് പുഡിംഗ് ആണിത്. റെസിപ്പി വേണ്ടവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാ പുഡിങ്ങിനെയും നമുക്ക് സെർവിംഗ് ബൗളിലോട്ട് എടുക്കാം. ഞാനിവിടെ 4 ബൗളിലാണ് എടുത്തിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഗസ്റ്റിനെല്ലാം നല്ല സർപ്രൈസ് ആയിരിക്കും ഈ പുഡിംഗ്. വീണ്ടും നല്ല അടിപൊളി വിഭവവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. Thanks for watching.